ഞങ്ങളെല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് ബീച്ച് കാണാനാട്ടോ. ഇതൊക്കെ എൻ്റെ കസിൻസാണ്. അപ്പോൾ ഞാനും എൻ്റെ വല്യമ്മയുടെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഫുഡിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പുയിപ്പള്ളി ബീച്ച് കാണാൻ ഇറങ്ങി. നല്ല വെയിലായിരുന്നു. 3:30-ക്ക് ശേഷമാണ് ഇറങ്ങിയതെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു. ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങളതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷേ ബീച്ച് കണ്ട് എനിക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല. ഞാൻ അവസാനം അങ്ങോട്ടേക്ക് ഇറങ്ങി. അതെല്ലാം കഴിഞ്ഞ് അവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. അതിൽ കയറിയപ്പോൾ നല്ല പേടിയായിരുന്നു എല്ലാവർക്കും. പക്ഷേ നൈസായിരുന്നു. നല്ല രീതിക്ക് അങ്ങ് കയറി എൻജോയ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, തൊട്ടടുത്തുള്ളൊരു ഷോപ്പിലേക്ക് പോയിട്ടോ. അവിടെ ഫുള്ളായിട്ട് ഈ ഉപ്പിലിട്ട ഐറ്റംസ്, പിന്നെ ചായ, ലൈം, അതൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഉപ്പിലിട്ട മാങ്ങയാട്ടോ വാങ്ങിച്ച് കഴിച്ചത്. എൻ്റെ ഈ ബാക്കിൽ നടക്കുന്ന ഡിസ്കഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ വേണോ ലൈം വേണോ എന്നാണ്. പക്ഷേ ഇവരുടെ എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എന്തോ സംഭവമായിട്ട് തോന്നും. പിന്നെ ഇവരെല്ലാവരും കൂടി എൻ്റെ പ്ലേറ്റിൽ കൈയിട്ട് എൻ്റെ മാങ്ങ മൊത്തം കഴിച്ച് തീർക്കുക കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് റിട്ടേൺ വരികയാണ്. ഞാനിങ്ങനെ വീഡിയോ ഓണാക്കിയിരിക്കുന്നത് കൊണ്ട് ഇവരെല്ലാവരും കൂടി എന്നെ കളിയാക്കി ചിരിക്കണതായിട്ട് നിങ്ങളീ കാണുന്നത്. ദെൻ ഞങ്ങൾ എന്ത് ചെയ്തു, മീൻ വിൽക്കണ മാർക്കറ്റിലേക്ക് പോയി. അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമീനൊക്കെ കിട്ടുമായിരുന്നു. അത് അഗിക്ക് നല്ല ഇഷ്ടമാണ് കരിമീനൊക്കെ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ഇപ്പോൾ നല്ല കരിമീൻ കിട്ടി, കിടക്കണ കരിമീൻ തന്നെ ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം വല്യമ്മയുടെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ചെനിക്ക് കോടാലിക്ക് വരണമായിരുന്നു. അവിടെ ചെന്ന് ഞാൻ അപ്പം തന്നെ ഇറങ്ങി. കണ്ണു പോയാ കണ്ണു ബൈ ഈ ബാക്കിൽ ഇരിക്കുന്നതിൻ്റെ വേറൊരു അനിയനാട്ടോ. എൻ്റെ ചിറ്റയുടെ മോനാണ്. അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് ആക്കണമായിരുന്നു. ഇനി ഞങ്ങൾ സ്ട്രെയിറ്റ് അങ്ങോട്ടാണ് പോണത്. പക്ഷേ പോകണ വഴി നമുക്ക് ഫർണിച്ചർ നോക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറി. അത്യാവശ്യം നല്ല ഷോപ്പായിരുന്നു. നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള സോഫാസ്, ബെഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ചിറ്റയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ചിറ്റയുടെ ടി വിക്ക് എന്തോ കുഴപ്പം. അഗി എന്തൊക്കെയോ ചെയ്ത ടി വി ശരിയാക്കി. അമ്മയൊക്കെ അവിടെ വണ്ടറടിച്ച് അഗിനെ നോക്കിയിരിക്കുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ കാണാം.